ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡില് സാവിത്രി അമ്മ വിളിച്ച് കമലയോട് ശങ്കരനെ ശരിക്കും അറ്റാക്ക് വന്നതായിരുന്നു എന്നുള്ള കാര്യം പറയണേ. പക്ഷേ വേദ വന്നേ അവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞ എല്ലാം അങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോഴായിരിക്കും വേദ വരുന്നത്. സാവിത്രമ്മ വേദ വന്നു, ഞാൻ കൊടുക്കാം. അങ്ങനെ മുത്തശ്ശി എന്ന് പറഞ്ഞു കൊടുക്കും. വേദ ഫോൺ വാങ്ങിച്ച് സംസാരിക്കുമ്പോ മുത്തശ്ശി വയ്ക്കും, എന്താ മോളെ നിനക്ക് പറ്റിയത്? എന്തിനാ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്ക് അവിടെ വന്നപ്പോ എന്നെ ഒന്നും അന്വേഷിക്കായിരുന്നില്ലേ? ഞാൻ സത്യം പറയായിരുന്നല്ലോ. ബോധം പോയ ശങ്കരനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ഫോൺ എടുക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിക്കാത്തത്. ഇപ്പോ വേദ ശരിക്കും ഞെട്ടാണ്. നീ അങ്ങനെയൊക്കെ പറയുന്നേ ശങ്കരൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ അവിടെ ആകെ തകർന്നു പോയി മോളെ. വേദ പറയും, അയ്യോ അവിടെ ഏട്ടനും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മുത്തശ്ശി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ കരുതി ചേട്ടനും അച്ഛനും മനഃപൂർവ്വം എന്നെ ഇവിടുന്ന് മാറ്റി നിർത്തിക്കാനുള്ള എന്റെ പരിപാടി ഒപ്പിക്കുകയാണെന്ന്. വിക്രത്തിന് നേരെ ഉണ്ടായിരുന്ന അപകടങ്ങളൊക്കെ മുത്തശ്ശിക്ക് അറിയാലോ. മുത്തശ്ശി പറയും, മോളെ നീ കാണിച്ചത് വലിയൊരു അബദ്ധമായിപ്പോയി, എടുത്തുചാട്ടം. അവൻ കരഞ്ഞുകൊണ്ടാ മുകളിലെ റൂമിലേക്ക് കയറിപ്പോയത്. അവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഒരിക്കലും അവനോട് അങ്ങനെ പെരുമാറരുതായിരുന്നു. മുത്തശ്ശി പറയും, നീ എത്രയും പെട്ടെന്ന് വരണം. അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. അവന്റെ മനസ്സ് അത്രയ്ക്കും ഒരുക്കിയിട്ടുണ്ട് വേദ. ഞാൻ ഫോൺ വെക്കാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശി കോള് കട്ട് ചെയ്യും. വേദ കരയുമ്പോ അമ്മ ചോദിക്കും, നിനക്ക് എന്ത് പറ്റി മോളെ? എന്താവത്ത നീ കാണിച്ചത്? വേദ പറയും, അതേ സാധാരണ അമ്മയും മുത്തശ്ശിയൊക്കെ വിളിക്കാറുള്ളതാ. അവര് വിളിക്കാഞ്ഞപ്പോ ഞാൻ കരുതി. അമ്മ പറയും, ആരെങ്കിലും ഇങ്ങനെയൊക്കെ നാടകം കളിക്കും മോളെ. അത് ഓർക്കാനുള്ള ബുദ്ധി ഇല്ലാത്തവളല്ലോ നീ. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ഇത് എങ്ങനെ പരിഹരിക്കാന്ന് ആലോചിക്കേ. വേദ പറയും, ഞാൻ ചെന്ന് അച്ഛനോട് മാപ്പ് പറയാം. അത് വേണം മോളെ. തെറ്റുപറ്റിന്ന് തോന്നിയാല് അത് ഉടനെ തിരുത്താനും നമുക്ക് പറ്റണം. മോള് ചെന്ന് അച്ഛനെ കണ്ട് തെറ്റ് തിരുത്ത്. മൂളിക്കൊണ്ട് വേദ കണ്ണീരൊക്കെ തുടച്ച് അവിടുന്ന് പോവാണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശങ്കരനോട് വർഷയും ശ്രീകാന്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. വർഷ പറയും, അച്ഛൻ ഇപ്പോഴും വിചാരിക്കുന്നത് ശ്രീയേട്ടൻ അവനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ്. ആ ശ്രീനിവാസൻ തെറ്റിദ്ധരിപ്പിച്ചതാണേ. അപ്പൊ വർഷ പറയും, കൂട്ടത്തില് എന്റെ അച്ഛനെയും ചേർത്തല്ലോ. ശ്രീ പറയും, വർഷയുടെ അച്ഛൻ വേദയ്ക്ക് അന്യനാണോ? സ്വന്തം അമ്മാവനല്ലേ? അങ്കിൾ അത് ചെയ്യുന്ന തോന്നുന്നുണ്ടോ? അങ്കിളിനോട് ഞാൻ സൂചിപ്പിച്ചപ്പോ അങ്കിളിന് നല്ല വിഷമായി. അച്ഛന് ഇങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കായിരുന്നല്ലോ എന്നാണ് അങ്കിള് ചോദിച്ചത്. വർഷ പറയും, അതെ, അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ഉള്ളിൽ വെച്ച് നടന്നിട്ടാണ് ഓരോ അസുഖങ്ങൾ വന്നു പോകുന്നത്. ശങ്കരൻ ചോദിക്കും, അപ്പൊ നീ പറയുന്നത് വിക്രമിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് അവന്റെ ശത്രുക്കളായിരുന്നു എന്നാണോ? ശ്രീ പറയും, അച്ഛൻ ഇപ്പോഴും സംശയമാണോ? എത്ര കേസിലെ പ്രതിയാണ് അവനെന്ന് അച്ഛനൊന്ന് ഓർത്തോടെ? ഒന്ന് നേരിട്ട് കിട്ടിയാൽ കണക്ക് തീർക്കാനായിട്ട് എത്രയോ പേര് കാത്തു നിൽക്കുന്നുണ്ട്. വർഷ പറയും, വേറെ ആരായിരുന്നെങ്കിലും ഞാൻ വേദയെ സപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ ഇതിപ്പോ ഏത് സമയവും എന്തോ സംഭവിക്കാന്ന് പറയുന്ന ഒരാളെ കൂടെ ജീവിക്കാൻ വേണ്ടി എന്തിനാ അവളിങ്ങനെ വാശി പിടിക്കുന്നെന്നാ? നാളൊരു കുഞ്ഞുണ്ടായാലേ അത് അച്ഛനില്ലാതെ വളരണം എന്നാണോ? അങ്ങനെ സംഭവിക്കരുതെന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. അവര് പറ്റിയ അപകടം ശ്രീനിവാസനും അവളും കൂടെ ചേർന്നിട്ട് നമ്മുടെ തലയില് കെട്ടിവെക്കാൻ നോക്കുകയാണെച്ച അങ്ങനെയാകുമ്പോ കാര്യങ്ങൾ എളുപ്പമാണല്ലോ. വർഷ പറയും, ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നില് എന്തെങ്കിലും ഒരു ഉദ്ദേശം അവൾക്ക് ഉണ്ടാവുമല്ലോ. ശ്രീകാന്ത് പറയും, എന്താ സംശയം? നാളെ അവളെ അച്ഛനെതിരെ കേസ് കൊടുക്കും, നോക്കിക്കോ. ഈ സമയത്തായിരിക്കും വേദ ഓട്ടോയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത്. ഇവരറിഞ്ഞിട്ടില്ല. ശ്രീ പറയും, അവളുടെ ഭർത്താവിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ശ്രീനിവാസന്റെ കോളൊക്കെ തെളിവാകും. അടുത്ത നടപടി സമ്പത്തിന്റെ അവകാശം ക്ലെയിം ചെയ്യലായിരിക്കും. പറയുമ്പോ വലിയ മാന്യനൊക്കെയാണ്, അധ്യാപന കുടുംബമാണെന്നൊക്കെ പറയാം. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോ സംഗതി മാറും. അച്ഛൻ നോക്കിക്കോ എന്നിങ്ങനെ പറഞ്ഞ് അച്ഛനെ വല്ലാണ്ട് തെറ്റിദ്ധരിപ്പിക്കണേ. അപ്പോഴായിരിക്കും ദീപ്തി വേദയെ കാണുന്നത്. അമ്മേ, ദാ ചേച്ചി എന്ന് പറഞ്ഞ ശേഷം മുകളിലേക്ക് പോയി അവിടെ അച്ഛനോടും ശ്രീകാന്തിനോടും കൂടെ വേദ വരുന്നത് പറയാണ്. ശ്രീ അവിടെ ഹോസ്പിറ്റലിൽ വന്ന് വേദ കാണിച്ച പെർഫോമൻസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് അച്ഛനെ വേദനിപ്പിക്കുമ്പോഴായിരിക്കും ചേച്ചി വന്നു എന്ന് പറയുന്നത്. ഇതുകൂടെ കേൾക്കുമ്പോ ശങ്കറിന്റെ ദേഷ്യം ഇരട്ടിയാവും. ദേഷ്യത്തോടെ ചാടി എഴുന്നേൽക്കണേ. അവിടെ ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന വേദയ്ക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ഫോട്ടോസും ശങ്കരൻ പെറുക്കിയെടുക്കണേ. എന്നിട്ട് താഴേക്ക് ഇറങ്ങും. പിന്നാലെ ശ്രീയും വർഷയും അതുപോലെ മുത്തശ്ശിയും അമ്മയും ഒക്കെ അപ്പുറത്തേക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വേദ വന്ന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ശങ്കരനെ അങ്ങോട്ട് വന്ന് വേദ ഇങ്ങനെ തുറച്ചു നോക്കും. വേദ ഇങ്ങനെ കരഞ്ഞ് സങ്കടത്തിൽ നിൽക്കണേ. ഇതൊന്നും കാര്യമാക്കാതെ ആ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ താഴേക്ക് എറിയണേ. അത് പൊട്ടി ചിതറി പോകുന്നുണ്ട്. വേദയ്ക്ക് കൂടുതൽ സങ്കടാകും. അവിടെ മുത്തശ്ശിയും അമ്മയും പേടിച്ചു പോകുന്നുണ്ട്. മോനെ ശങ്കര, അരുത് മോനെ, നീ അങ്ങനെയൊന്നും ചെയ്യരുത്. ശങ്കരൻ പറയും, അമ്മ ഇനി മിണ്ടരുത്. ശങ്കരേട്ടാ എന്ന് പത്മ വിളിക്കുമ്പോ ശങ്കരൻ പറയും, പത്മ, ഈ വീട്ടിലെ ഇപ്പൊ ഒരു ശുദ്ധികലശം നടക്കാണ്. ഈ വീടിനെയും നമ്മളെ ഉപേക്ഷിച്ച് പോയ അവരാരും ഇനി ഈ വീട്ടിലേക്ക് വരണമെന്നില്ല. മുത്തശ്ശി ശങ്കര. അപ്പൊ ശങ്കരൻ പറയും, ഞാൻ പറഞ്ഞത് അമ്മ കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ പറയുന്നേക്കുമ്പോ ശ്രീകാന്തിനും വർഷയ്ക്ക് സന്തോഷമാവും. അങ്ങനെ ശങ്കരൻ പറയും, ഇറങ്ങിപ്പോയവരോടൊക്കെ ആ വഴിക്ക് തന്നെ പോകാൻ പറഞ്ഞേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും വേദയെ നോക്കുന്നില്ല. അവസാന ശ്വാസവും തീർന്നു മനസ്സിലായാലേ പൊതുദർശനത്തിന് വെക്കും. അങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നോക്ക് കണ്ടിട്ട് പൊക്കോളാൻ പറ. ശ്രീകാന്ത് ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും.
അമ്മ ചോദിക്കും, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? മുത്തശ്ശി പറയും, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കും ശങ്കര. അവൾക്കൊരു തെറ്റ് പറ്റിയിട്ട് അത് നേരിട്ട് പറയാൻ വേണ്ടി വന്നതാണെങ്കിലോ? ശങ്കരൻ പറയും, എനിക്കൊന്നും കേൾക്കണ്ടെങ്കിലോ? വേദ ഇങ്ങനെ പൊട്ടിക്കറിയാണ്. ശങ്കരനാരായണൻ ഇന്ന് വരെ ആരുടെ മുന്നിലും അഭിനയിച്ചിട്ടില്ല, നാടകം കളിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തു എന്ന് ആരോപിക്കുന്നവർക്ക് ശങ്കരനാരായണന്റെ വീട്ടിൽ മാത്രമല്ല മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. അത് ഭാര്യയായാലും അമ്മയായാലും. ശേഷം വേദയെ നോക്കിയിട്ട് ശങ്കരൻ അകത്തേക്ക് കയറി പോവുകയാണ്. വേദ ഇങ്ങനെ അവിടെ നിന്ന് കരയുമ്പോ ശ്രീകാന്ത് ഇറങ്ങി വന്നിട്ട് വയ്ക്കും, വേദേ, നീ ഹോസ്പിറ്റലിൽ വന്ന് പറഞ്ഞിട്ട് പോയത് എന്തൊക്കെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? അത് അച്ഛന് മറക്കാൻ പറ്റുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? മക്കളിൽ ഏറ്റവും കൂടുതൽ അച്ഛൻ സ്നേഹിച്ചത് നിന്നെ ആയിരുന്നില്ലേ? അച്ഛന്റെ സ്വപ്നങ്ങളെല്ലാം നിന്നെ ചുറ്റിപ്പറ്റിയായിരുന്നില്ലേ? അത് ഗൗനിക്കാതെ നിന്നോട് മറക്കാനും പൊറുക്കാനും ശ്രമിച്ച ആളാണ് നമ്മുടെ അച്ഛൻ. ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിൽ കിടന്നപ്പോഴും നിന്റെ പേര് മാത്രം ഉച്ചരിച്ചിരുന്ന ആൾ. ആ ആളിന്റെ മുഖത്ത് നോക്കിയാ നീ അങ്ങനെയൊക്കെ സംസാരിച്ചത്. വർഷ പറയും, അച്ഛന്റെ പെരുമാറ്റത്തോടും രീതികളോടും മക്കൾക്ക് ദേഷ്യവും സങ്കടമൊക്കെ തോന്നുന്നത് സ്വാഭാവികം. പക്ഷേ നീ ആശുപത്രിയിൽ വെച്ച് പെരുമാറിയത് അച്ഛനോടെന്തോ വെറുപ്പുള്ളതുപോലെയാ. വേദ, അത് സഹിക്കാൻ കഴിയുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ വേദക്ക് അറിയണേ. മുത്തശ്ശി പറയും, വർഷേ മതി, ഇനി വിചാരണയൊന്നും വേണ്ട. അപ്പൊ വർഷ പറയും, ഹോ, ഞാൻ വന്നു കയറിയ പെണ്ണാണല്ലോ അല്ലേ? അല്ല മുത്തശ്ശി. മുത്തശ്ശി പറയും, അങ്ങനെ ആരും ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. പെട്ടെന്ന് ദീപ്തിയും ശ്രീകാന്തൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവള് ഒളിച്ചു വെച്ച് പെരുമാറല്ലല്ലോ ചെയ്തത്, നേരിട്ട് പ്രകടിപ്പിക്കുകയല്ലേ ചെയ്തുള്ളൂ. നേരിട്ട് സ്നേഹം കാണിച്ചിട്ട് പുറത്തുനിന്ന് കുത്തുന്ന സ്വഭാവമൊന്നും അവള് കാണിച്ചില്ലല്ലോ. വേദയോട് പറയും, മോളത്തേക്ക് വാ, മുത്തശ്ശി അച്ഛനോട് സംസാരിക്കാം. ഇത് കേൾക്കുമ്പോ ശ്രീകാന്തും വർഷയും ഞെട്ടിപ്പോകും. അവർക്ക് ഇഷ്ടായിട്ടില്ല ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ വർഷ മുത്തശ്ശി എന്ന് വിളിക്കുമ്പോ ശ്രീ തടയാണേ. മുത്തശ്ശി വേഗം ഇവളെ കൂട്ടിച്ചല്ലേ. ഒന്നുമല്ലാത്ത ഒരു തെരുവ് ഗുണ്ടയ്ക്ക് വേണ്ടി സ്വന്തം അച്ഛനെ തള്ളി പറഞ്ഞതിനുള്ള മാപ്പപേക്ഷ അച്ഛൻ കേൾക്കുമെന്ന് നോക്ക്. ഈ സമയം ദീപ്തി പറയും, ചേച്ചി, ഞാനല്ലേ ചേച്ചി ആദ്യം വിളിച്ച് കാര്യം പറഞ്ഞത്? ഞാനൊരു നുണയാണ് പറഞ്ഞതെന്ന് ചേച്ചിക്ക് വിശ്വസിക്കാൻ തോന്നിയല്ലോ. വേദ ദയനീയായിട്ട് നോക്കും. പത്മം പറയും, എല്ലാം വിട്ടറിഞ്ഞ് നീ ഇറങ്ങിപ്പോയപ്പോഴും എന്നെങ്കിലും ഒരിക്കൽ നീ ചെയ്തത് ശരിയാണെന്ന് അച്ഛന്റെ മുന്നിൽ തെളിയിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം അതുണ്ടായിരുന്നു എനിക്ക്. ഇപ്പം അതും ഇല്ലാതായല്ലോ മോളെ. വേദ പറയും, അമ്മേ, ഇപ്പോഴും ആ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ കാര്യം മനസ്സിലായപ്പോ ഞാൻ ഓടി വന്നത് എന്തിനാണമ്മേ? ശ്രീകാന്ത് പറയും, ചെയ്യാൻ പാടില്ലാത്തതിനെ ചെയ്യാതെ ഇരിക്കുന്നതിനെ വിവേകം എന്ന് പറയും. വായ തോന്നിയത് പറയുകയും കാണിക്കുകയും ചെയ്തതിനു ശേഷം സോറി എന്നുള്ള വാക്ക് പൊക്കി പിടിച്ചു വരുന്നവനല്ല. അപ്പൊ ദീപ്തിയും പറയും, ശരിയാ, ഇത്രയും കാലം അച്ഛൻ ചേച്ചിയെ തള്ളി പറഞ്ഞപ്പോഴൊക്കെ മനസ്സുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി അതുണ്ടാവാൻ പോകുന്നില്ല. ഇത് കേൾക്കുമ്പോ ശ്രീകാന്തിനും വർഷയ്ക്കും സന്തോഷമാകും. എനിക്ക് കൂടെപ്പറപ്പായിട്ട് ഒരാളെ ഉള്ളൂ ഞാനങ്ങ് വിചാരിച്ചാളോ. വേദയ്ക്കും അത്രത്തോളം വെറുക്കപ്പെട്ടവളായോ മോളെ ഞാൻ? ദീപ്തി പറയും, ഞങ്ങളുടെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആളോട് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പെരുമാറണമെന്നാ മോളെ ദീപ്തി? ദീപ്തി പറയും, മുത്തശ്ശി മിണ്ടരുതേ. അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ എനിക്ക് ആദ്യം വിളിക്കാൻ തോന്നിയത് ചേച്ചിയായിരുന്നു. ഈ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഓടിയെത്താൻ ചേച്ചി ഉണ്ടാവും എന്നുള്ള വിശ്വാസമായിരുന്നു അതിന് കാരണം. പക്ഷെ ഇന്നത്തോടെ ആ വിശ്വാസം ചേച്ചി ഇല്ലാതാക്കിയത്. ഭേദവരം ദീപ്തി, ഈ കുടുംബത്തിൽ എല്ലാവരും എന്നെ തള്ളി പറഞ്ഞാലും ഞാൻ ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മകൾ തന്നെയാണ്. ഞാൻ ചേച്ചിയല്ലെന്നേ നീ എത്ര തവണ പറഞ്ഞാട്ടിയാലും നീ എനിക്ക് എന്റെ അനിയത്തി തന്നെയായിരിക്കും. ശരിയാ, ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛനോട് അങ്ങനെയൊക്കെ സംസാരിച്ചു. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു തവണയെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വിക്രത്തിന് നേരെ എന്തെല്ലാം ആക്രമണങ്ങളാണ് നടന്നത്? അതിന്റെ പിന്നിൽ ആരായിരുന്നെന്ന് ഞാൻ ഈ മുറ്റത്ത് വെച്ച് തന്നെ വിളിച്ചു പറയണോ ശ്രീയേട്ടാ? എന്നെയും വിക്രമിനെയും പിരിക്കാൻ വേണ്ടി എന്തൊക്കെ പുതിയ തന്ത്രങ്ങളാണ് മറ്റുള്ളവർ ആലോചിക്കുന്നതെന്ന് ചിന്തിക്കാതെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. പക്ഷെ ഞാൻ കരുതിയത് പോലെ എല്ലാം സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോ നേരിട്ട് വന്ന് മാപ്പ് പറയണം തോന്നി. അതല്ലേ ശരിക്കും വേണ്ടത് ദീപ്തി? അപ്പോ ശ്രീ പറയും, മതി നിർത്ത്. നീ ഇത് സങ്കല്പിച്ചുണ്ടാക്കുന്നതോ അതോ നിന്റെ ഭർത്താവെന്ന് പറയുന്നവൻ നിനക്ക് ഓതി തരുന്നതോ? എന്തായാലും ഇത്രയും വെഡ്ഡി കഥകളായിട്ട് ഇനി പടി കടന്നു പോകരുത്. അകത്തേക്ക് പോകും മുമ്പ് അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി അദ്ദേഹം പറയുന്നത് പോലെ പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് കഴിയോ? അതിൽ മുത്തശ്ശി, ശ്രീകാന്തേ, ശങ്കരൻ ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അത് നടത്താൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അവൾ ഇവിടെ വന്നത് ശങ്കറിനെ കണ്ട് മാപ്പ് പറയാനാണെങ്കിൽ അത് നടന്നിരിക്കും. ആരെതിർത്താലും അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കും. ആ മോളെ എന്ന് പറഞ്ഞേ വേദയുടെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോ വേദ പോകുന്നില്ല. കൈ മുത്തശ്ശിയുടെ കൈ എടുത്ത് മാറ്റുവാണ്. കരഞ്ഞോണ്ടാ വേദ അങ്ങനെ ചെയ്യുന്നത്. മുത്തശ്ശി, ഞാനങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ശരിയാ. ഞാൻ അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണെന്ന് ഒരിക്കലും അച്ഛൻ മനസ്സിലാക്കും. അന്ന് എന്റെ മാപ്പപേക്ഷ അച്ഛൻ സ്വീകരിക്കും. എനിക്കത് ഉറപ്പുണ്ട്. ഇപ്പൊ അച്ഛനോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം ഇപ്പൊ അച്ഛൻ എങ്ങനെ ചിന്തിക്കുന്നു തീരുമാനിക്കുന്നത് അച്ഛനല്ല എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെയും വർഷനെയും നോക്കും. അതിൽ വർഷ ഡി എന്നങ്ങ് ദേഷ്യത്തിൽ വിളിക്കും. വേദ നോക്കുമ്പോ വർഷ പിന്നൊന്നും പറയില്ല. വരട്ടെ മുത്തശ്ശി എന്ന് പറയുമ്പോ മുത്തശ്ശി അമ്മയും മോളെന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ കരഞ്ഞോണ്ടാ വേദ എവിടെ പോകുന്നത്. അവര് മാത്രം ഇങ്ങനെ നോക്കി നിൽക്കും. ദീപ്തിയും ശ്രീകാന്തും വർഷയൊക്കെ അകത്തേക്ക് പോകും. ആ ഗേറ്റിന്റെ അവിടെ നിന്ന് വേദ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്.
ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ്. വേദ ഇപ്പോഴും സങ്കടത്തോടു കൂടി ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, ആ കോലത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കണേ. കമല അടുത്ത് വന്ന് ഇങ്ങനെ സമാധാനിപ്പിക്കണേ. ഒരിക്കൽ രക്തത്തിൽ മനസ്സിലാക്കും, ഇങ്ങനെ വെറുക്കാനൊന്നും പറ്റില്ല മോളെ, ഞാൻ ഇന്ന് നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞു വെക്കണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ശങ്കരൻ സാറിനെ ഇത്രയ്ക്ക് ദേഷ്യം ഉണ്ടാവില്ലായിരുന്നു. വേദ പറയും, അല്ലമ്മേ, അച്ഛനിന്ന് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത് എന്റെ പല പല പ്രായത്തിലുള്ള ഫോട്ടോസ് ആയിരുന്നു. ഒരുപക്ഷെ ആ ഫോട്ടോസ് കാണുമ്പോ ആ കാലങ്ങൾ അച്ഛന് ഓർമ്മ വരുമായിരുന്നു. പക്ഷെ അതും കൂടെ അച്ഛൻ എറിഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ, അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ലേ അതെറിഞ്ഞത്. അമ്മ ദേഷ്യം വരുമ്പോ മനുഷ്യരെ പെരുമാറുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ മോളെ? അങ്ങനെ ചെയ്തതിനെ കുറിച്ച് ആലോചിച്ച് പിന്നീട് സങ്കടപ്പെടുകയും ചെയ്യും. ഇതേക്കുറിച്ച് മോൾ അങ്ങനെ കരുതിയാൽ മതി. അപ്പോഴും വേദ ഇങ്ങനെ കരയുമ്പോ അമ്മ പറയും, നിന്റെ കരച്ചില് കാണുമ്പോ എനിക്കും കൂടെ സങ്കടം വരിക. അങ്ങനെ വേദ ഇങ്ങനെ സങ്കടത്തോടെ കരയുന്നത് കണ്ടിട്ടായിരിക്കും വിക്രം വരുന്നത്. ആഹാ, സാധാരണ പതിവില്ലാത്ത സീനാണല്ലോ. വേതാളം കറിയോ, എന്ത് പറ്റി? അപ്പം അമ്മ പറയും, പറ്റിയത് നീ കാരണാണ്. വിക്രം ചോദിക്കും, ഞാനോ? അമ്മ പറയും, എന്താ സംശയം? വലിയ നിലയില് നല്ല രീതിയിൽ കഴിഞ്ഞൊരു കുട്ടിയെ പിടിച്ച് താലി കെട്ടി ഈ അവസ്ഥയിലാക്കിയത് നീ അല്ലാതെ പിന്നെ ആരാ? വിക്രം പറയും, അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞല്ലോ, ഇവളെ ഞാൻ അവിടെ കൊണ്ടാക്കിയല്ലോ. അതൊക്കെ പോട്ടെ, ഇപ്പൊ കരയുന്നതിന്റെ കാരണം എന്താ വേതാളമേ? വേദ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുകയാണ്, സങ്കടമുണ്ട്, ഒന്നും പറയുന്നില്ല. അമ്മ പറയും, വേദ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് പോയിരുന്നോ? വിക്രം പറയും, ഹോ, ജഡ്ജി സാറിന്റെ വീട്ടിലേക്കോ? ആ, അത് നന്നായി, അല്ലെങ്കിലും ഇവള് ഹോസ്പിറ്റലിൽ വെച്ച് കുറച്ചു ഓവറായിരുന്നു. അമ്മ പറയും, അതിന് മാപ്പ് പറയാനാ പാവം പോയത്. പക്ഷേ വിക്രം ചോദിക്കും, എന്തു പറ്റി, മാപ്പ് തന്നില്ലേ? അതൊക്കെ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കിയോ? വേദിക്കുന്നോട് സങ്കടാകും. എന്റെ വിക്രം, ആകെ തകർന്നിരിക്കുക ഈ കുട്ടി, ഇനി നിന്റെ കൂടെ പരിഹാസം വേണ്ട. എന്നാ പിന്നെ കാര്യം വ്യക്തമാക്കി പറഞ്ഞൂടെ? അമ്മാരെയും വേദ വീട്ടിലേക്ക് ചെന്നു. അപ്പോ അങ്ങനെ വേദ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അവിടെ സംഭവിച്ചതെല്ലാം വിക്രത്തോട് പറയണേ. വിക്രത്തിന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമാവുന്നുണ്ട്. ഞാൻ നിർബന്ധിച്ചിട്ടാ വേദ ഇന്ന് തന്നെ പോയത്, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. വിക്രം നോക്കുമ്പോ വേദ ഇങ്ങനെ സങ്കടത്തിലിരിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട്. അതില് അടുത്ത ആഴ്ച മൊത്തമായിട്ട് അവർ ആ വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന ഒരു സാഹചര്യം വരികയാണേ. അതായത് വീട്ടിലുള്ള ബാക്കി എല്ലാവരും കൂടെ എന്തോ ട്രിപ്പോ ടൂറോ അതോ ഇനി അച്ഛമ്മയുടെ അടുത്തേക്കാണോ അറിയില്ല, എന്തോ ഒന്നുണ്ട്. എല്ലാവരും പോവാണേ. ഈ സമയം വിക്രവും വേദയും ഒരുമിച്ച് ആ വീട്ടിലിരിക്കുന്നത്. പിന്നെ അവിടെ തമ്മില് അടിയും പിടിയും പിന്നെ ഇടയ്ക്ക് ചെറിയ റൊമാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ കട്ടില് കയറി തലണ വെച്ച് അടിക്കുന്നേ. ആ തലണേന്റെ ഉള്ളിലുള്ള സാധനമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ വിക്രത്തോടൊപ്പം വേദ കളിക്കുകയാണ്, ചെറിയ മക്കള് കളിക്കുന്ന പോലെ. രണ്ടുപേരും കൂടെ കട്ടിലിൽ വീഴുന്നു. അതുപോലെ പിന്നെ ഏതൊരു റൂമിന്ന് രണ്ടുപേരും കൂടെ താഴേക്ക് വീഴുന്നുണ്ട്. വിക്രമിന്റെ മേലേക്ക് വേദ വീഴുമ്പോ അവര് പരസ്പരം അവര് പോലും അറിയാതെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണുള്ളത്. അപ്പോ ഇനിയുള്ളത് പ്രണയകാലാണ്. അപ്പൊ നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ വരാൻ പോകുന്ന എപ്പിസോഡ് വിശേഷങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്